പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞപ്പോ ഷോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, ഷോർട്ടാക്കാണ്ട് പറ്റില്ല. അത് നമ്മുടെ ശ്രീമൂലം മോഹൻ ചേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്റെ അനുഭവത്തിൽ പറയുന്നത് 2009 ഗിന്നസ് ബുക്കിന്റെ അതായത് 20 മണിക്കൂർ 253 പാട്ട് ബൈഹാർട്ട് പാടിയാണെന്ന് ഞാൻ റെക്കോർഡ് ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം എനിക്ക് കിട്ടിയത് അർജുന മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വന്ന് തന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് അനുഗ്രഹിച്ചു. ദാസേട്ടനാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത്. അവിടെ ഒരു ആളെ ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ ചോദിച്ച ഒരു കാര്യം ഇതാണ്, അദ്ദേഹത്തിന് ഇപ്പൊ കാണാതെ പാടുന്ന നിർബന്ധം എന്താണ്? 253 പാട്ട് ബൈഹാർട്ട് പാടി നമ്മൾ റെക്കോർഡെടുത്തതാണ്. അപ്പൊ കാണാതെ പാടുന്നത് ഇതൊരിക്കൽ ഭാവഗായകൻ ജയചന്ദ്രൻ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാമിൽ ജയേട്ടനെ കൊടുത്ത് എന്നോട് പറഞ്ഞു, നീ പാട്ട് പാടുന്നില്ല, കേരളത്തിലല്ല തമിഴ്നാട്ടിൽ പോയി പാടാം. അവിടെ അമ്പലോട് കേരളത്തിൽ പോയി നടക്കില്ല. ഇപ്പൊ കാണാതെ പറഞ്ഞ അവർക്ക് തോന്നാം. പക്ഷെ നിന്റെ കഴിവിടല്ല, ദൈവം ഒന്നും കാണാതെ പറഞ്ഞു 10 പാട്ട് തീയതി ഞാൻ പാടില്ല. ഇത്രയും പാട്ടുകൾ 10,000 പാട്ട് കാണാൻ പറഞ്ഞത് ഇതായിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞൊരു. ഇന്നലെ എനിക്ക് സത്യത്തിൽ അനുഭവം ഉണ്ടായിരുന്നു. എന്റെ ഒരുപക്ഷെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. മഹാകവി വയലാർ രാമവർമ്മ എന്ന ആ കവിയുടെ വീട്ടിലെ എന്റെ 5ാമത്തെ മകനായിട്ട് 22 വർഷം മുമ്പെടുത്തത്. എന്റെ പ്രിയപ്പെട്ട അമ്മ എന്നെ വിളിക്കുന്ന പേരാണ് മനുവർമ്മ. 10 വർഷം മുമ്പാണ് അമ്മയും എന്റെ ചേട്ടൻ ശരത്ചന്ദ്ര വർമ്മ എല്ലാവരും എന്നെ വയലാറിന് എഴുതി ഒരുപോലെ മോതിരം എണീച്ചിരുന്നത്. ഇന്നലെ എനിക്ക് അച്ഛന്റെ മണ്ഡപത്തിൽ തൊട്ടടുത്ത അമ്പലത്തിലായിരുന്നു. അപ്പൊ ഇന്നലെ 20 പേരാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. അത് പറയാൻ കാര്യം 75-80 വയസ്സുള്ള റെയിൽവേയിലുള്ള ജോലികളെല്ലാം 20 പേര് സ്പോൺസർ ചെയ്ത പ്രോഗ്രാം വരുന്നുണ്ട്. ഇന്നലെ പെട്ടെന്ന് ഒരു ചോദ്യം ഒരാള് സദസ്സിനെ ചോദിച്ചു, വയലാർ മഹാകവി മതവൈരാഗ്യത്തിനെതിരെ ഒരു പാട്ട് എഴുതി എന്നോടൊന്ന് ചോദിച്ച ആ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ലോകാംഗി എവിടെ എന്ന ചിത്രത്തിന് വേണ്ടി എന്ന സ്വാഗത സംഗീതം ചെയ്ത് ദാസേട്ടൻ പറയും. ഈ പാട്ടിന് തുടക്കം എന്ന് പറഞ്ഞാല് ഭ്രാന്താലയം ഏതു ഭ്രാന്താലയം പണ്ടു വിവേകാനന്ദൻ പ്രവചിച്ചു, അത് പ്രതിധ്വനിച്ചു പ്രപഞ്ചമാകെ പ്രതിധ്വനിച്ചു. ഇതാണ് എന്റെ പല്ലവി. അനുപല്ലവിയില് വയലാറച്ഛൻ എഴുതിയിരിക്കുന്നത്, കൃഷ്ണൻ ജനിച്ചു, ബുദ്ധൻ ജനിച്ചു, ക്രിസ്തുദേവൻ ജനിച്ചു, അവരുടെ ജീവിത വേദാന്തങ്ങൾ ആരു പഠിച്ചു, അവരുടെ വിജ്ഞാന വീഥികളിൽ ആരു സഞ്ചരിച്ചു, മതവും ജാതിയുമിവിടെ മനുഷ്യനെ മതിൽ കെട്ടി തിരിച്ചു, മതിൽ കെട്ടി തിരിച്ചു. സത്യമല്ലേ? 72 അന്ന് വയലാറച്ഛനെ എഴുതി വെച്ച വാക്കാണ്. ഇന്നത് സത്യമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കണം, അന്നത്തെ സാഹിത്യകാരന്മാരും കവികളുമെല്ലാം എഴുതി വെച്ചെന്തായിരുന്നു, എല്ലാവരും ഒരുമിച്ച് പോകണം. ഇന്ന് അതൊക്കെ ഉണ്ടോ? ഞങ്ങളൊരു സംഭവമില്ല. ഇന്നെല്ലാം വേറൊരു ദിശയിലൂടെ നടന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഒത്തിരി കലാകാരന്മാരുടെ ഉണ്ട്, അവർക്കെല്ലാം പറയാനുണ്ടാവും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ വർഷം 2025 എനിക്ക് കിട്ടിയ ആദ്യത്തെ ആദരവ് തനിമ സാംസ്കാരിക വേദി ജനുവരി 5-ാം തീയതി എനിക്ക് ഏറ്റവും രാജകീയമായ ഒരു സ്വീകരണം ആലോചിച്ചു തന്നു. അന്ന് എന്റെ ഓർക്കസ്ട്ര ഗാനമേളയും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് തുടക്കം കുറിച്ചെല്ലാം പ്രിയപ്പെട്ട ഷംസ് വർക്കലാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആദം അയ്യൂക്ക. ഞാന് ഇത്രയും പാട്ട് കാണാതെ വിളിച്ചത് അദ്ദേഹം ഒരു പടത്തിൽ അഭിനയിച്ചിരിക്കുമ്പോഴും ഓർമ്മയുണ്ട്, വയനാടൻ തപ്പാൻ. അതിൽ ഒരു പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നത് പ്രിയപ്പെട്ട KP സുരേന്ദ്ര ചേച്ചി, ജനാർദ്ദൻ ചേട്ടൻ, നിലമ്പൂർ ബാലചേട്ടൻ നിൽക്കുമ്പോ ചോദിക്കുക ആരാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് ആരാണ്? അപ്പൊ ഇത് കണ്ണമ്പ്രഭന്റെ അബ്ദുൽ ഹാജി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇത് അബ്ദുൽ ഹാജി ഇത് ബ്രിട്ടീഷ് ചക്രവർത്തിയോട് ഭരിക്കുന്നത്, അതുകൊണ്ട് ഒരു ജില്ലിലും ഒരു സ്ഥാനം ചെയ്യാനില്ല എന്ന് അത് ഇവർക്ക് പറഞ്ഞു. ശരിയല്ലേ? 1978 AV മാസ്റ്റർ സംവിധാനം ചെയ്ത വയനാട് തമ്പാൻ എന്ന ചിത്രത്തില് അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ആ ചിത്രത്തിൽ ഒരു പോലീസുകാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാത്രമല്ല, മനോജ് KJ എന്നൊരു നടനെ വാർത്തെടുത്തത് അതോ ഒരു സംശയമില്ല, മലയാള സീരിയൽ രംഗത്ത് അന്നത്തെ MGR ആയിരുന്നു. സംശയം. എന്തായാലും ഇതിനവിടെ വരാൻ സാധിച്ചതിലെല്ലാം ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരുമിച്ച് നമുക്ക് കൈകൊടുക്കാം. ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒരുമിച്ച് കൈകൊടുക്കാം നല്ലൊരു നാളേക്ക് വേണ്ടി. അതുപോലെ നല്ലൊരു മാപ്പിളപ്പാട്ട എഴുതിയിട്ടുണ്ട് നിലമ്പൂർ കാർത്തികൻ പാടിയ ചന്ദ്രിക വിതറിയ താഴ്വരയിൽ ചന്ദന കുടപ്പും തിരുനാളിൽ പവിഴക്കൊലു
കുസുമായി പടവുകളിറങ്ങിയ പെരുന്നാൾ പൂമ്പിറങ്ങി. സത്യമല്ലേ? അപ്പൊ എന്തായാലും മേഡത്തിനെ കാണാൻ സാധിച്ചതിൽ അതിനേറെ സന്തോഷം അറിയിച്ചുകൊണ്ട്